അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. സുഖമായിട്ടിരിക്കട്ടെ അല്ലേ എല്ലാവരും? മാഷാ അല്ലാ, ഞാനും എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എവിടെ എത്തി? ഇങ്ങോട്ടുള്ള സ്പെഷ്യലൊക്കെ എന്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. മുഴുവനും നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുന്ന ഒരൊറ്റ പ്രതീക്ഷയിൽ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ദിവസം വീഡിയോസ് ഇടുന്നത്. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഈ നോമ്പിൻ്റെ ടൈമിൽ എങ്ങോട്ടാണ് ഈ പോകണമെന്നല്ല നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ഇന്നൊരു പരിപാടി ഉണ്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ അതിന് ഒരു കൂട്ടി ഡ്രസ്സ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമുക്ക് നോമ്പിൻ്റെ ടൈമിൽ ഏതായാലും പോകാൻ പറ്റില്ല. നോമ്പ് പറഞ്ഞിട്ട് ഒന്ന് അവിടെ വരെ പോയിങ്ങാണ്ട് വരണം. അതാണല്ലോ അതിൻ്റെ ഒരു ശരിയില്ലേ. നമുക്കും സന്തോഷവും അവർക്കും സന്തോഷവും കേട്ടോ. അത്രയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാം നോമ്പ് കഴിഞ്ഞ് ക്ഷീണത്തോടു കൂടി നമുക്ക് എവിടേക്ക് പോകാൻ തോന്നുന്നു. പക്ഷെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നാൽ പിന്നെ തിരൂർ വരെ പോയിട്ട് സുഡിയോന്ന് ഒരു കൂട്ടി ഡ്രസ്സ് എടുത്തിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളെ വീട് താനൂരാണ്. എന്നാൽ പിന്നെ മെയിൻ റോഡിൽ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടേ ഞങ്ങൾ കാളാട് വഴിയാണ് പോണത്. ഒന്നങ്ങോട്ട് ചുറ്റി പോകണമെന്നുള്ളൂ. എന്നാലും ബ്ലോക്കും കാര്യങ്ങളില്ലാതെ നമുക്ക് എത്തിപ്പെടും ചെയ്യട്ടെ. പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ അതൊരു രസമല്ലേ. എന്താ പറയുക, വണ്ടിമേലായാലും ബസ്സിലായാലും നടന്നിട്ടായാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ അതൊരു സന്തോഷമാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണ് അല്ലേ. അങ്ങനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ ബസ്സിലാണെങ്കിലും പാട്ടൊക്കെ കേട്ടിങ്ങാണ്ട് എന്താ പറയുക, ഇങ്ങനെ ഓരോ കഥയും പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ പോവുക. അല്ലെങ്കിൽ ഫ്രണ്ട്സുകളെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിച്ചിങ്ങാണ്ട് സന്തോഷമായാലും സങ്കടമായാലും ഇങ്ങനെ ഷെയർ ചെയ്തുങ്ങാണ്ട് ഇങ്ങനെ പോവുക. ഇതൊക്കെ ഒരു മനസ്സിനും ഒരു സന്തോഷമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു സമാധാനം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങനെ മെല്ലെ ഇങ്ങനെ പോവുക കേട്ടോ. മെയിനായിട്ട് പറഞ്ഞത് ഞാനിപ്പോൾ എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടാണ് കേട്ടോ. എന്തായാലും മാഷാ അല്ലാ 1K ഫാമിലി കഴിഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഇങ്ങനെ പങ്കിട്ടിട്ടാണ് കേട്ടോ പോണത്. ഇൻഷാ അല്ലാ ഇനി ഇതുപോലെ ഒരുപാട് ഫാമിലി നമ്മളതിലേക്ക് കൂടി ഇങ്ങനെ വരട്ടെ. അതിന് നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ മെയിനായിട്ട് ആവശ്യം എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എത്താനായിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളോ അങ്ങനെ വാഹനങ്ങളെ തിരക്കോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സുഡിയോയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തുകൊണ്ട് നമുക്ക് നേരത്തെ കാലത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകണമല്ലേ. കാരണം ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോൾ നമുക്ക് വീട്ടിലെത്തണ്ടേ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യണേ.